ഒന്നെങ്കിൽ പട്ടിണി ഇരിക്കുക, അല്ലെങ്കിൽ കൊള്ള വില കൊടുത്ത് സാധനം വാങ്ങിച്ചു കഴിക്കുക. അതുമല്ലെങ്കിൽ അധികം ആൾക്കാർക്ക് അറിയത്തില്ലാത്ത തന്ത്രം ഉപയോഗിച്ച് എയർപോർട്ടിൽ നിന്നും ഭക്ഷണം കഴിക്കുക. ഒരല്പം വിശന്നു കഴിഞ്ഞാൽ നാഗവല്ലിയായി മാറുന്ന നീതുവിനെയും കൊണ്ട് ആൻഡമാനിൽ നിന്നും കണക്റ്റഡ് ഫ്ലൈറ്റിൽ കയറി നാട്ടിലെത്തുക എന്നുള്ളത് കുറച്ച് ടാസ്ക് ആയിരുന്നു. ആൻഡമാനിൽ ഇട്ടേച്ച് വരാൻ പറ്റാത്തത് കൊണ്ട് തന്നെ കൂടെ കൂട്ടി. ആൻഡമാൻ കറങ്ങാനായിട്ട് റെന്റിന് സ്കൂട്ടർ എടുത്തിരുന്നു. അത് മടക്കി വാങ്ങാനായിട്ട് റെന്റുകാര് ഹോട്ടലിൽ വന്ന് ഫോൺ വിളിച്ചപ്പോഴാണ് ഉറക്കം ഉണർന്നത് തന്നെ. ഉറക്കച്ചടവിൽ താക്കോലും എടുത്ത് സ്കൂട്ടറിന്റെ അടുത്തേക്ക് ഓടി. സ്കൂട്ടറിന്റെ അടുത്തെത്തിയപ്പം റെന്റിനെടുത്ത സ്കൂട്ടറിലെ റെന്റുകാർ തന്നെ എന്തോ ചെയ്യുന്നത് കണ്ട് ചെറുതായൊന്ന് പേടിച്ചു. സ്കൂട്ടർ വാങ്ങാൻ വന്ന ആളെ കണ്ടാൽ ചെറിയൊരു വില്ലൻ ലുക്കും ഉണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് വില്ലൻ ലുക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആശാനും മാടപ്രാവിന്റെ മനസ്സായിരുന്നു. അഡ്വാൻസ് വാങ്ങിയ പൈസയും തിരിച്ചു തന്ന് താക്കോലും വാങ്ങി ആശാൻ തിരിച്ചുപോയി. വണ്ടിയും കൊടുത്ത് തിരിച്ച് റൂമിലെത്തിയപ്പം നീതു ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് പോകാൻ റെഡിയായിട്ട് നിൽക്കുന്നു. ഞാനും പെട്ടെന്ന് തന്നെ ഫ്രഷപ്പായി നേരെ ഹോട്ടലിന്റെ തന്നെ റെസ്റ്റോറന്റിലേക്കാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോയില്ലെങ്കിൽ ഇന്ന് മൊത്തത്തിൽ ചെലവായിരിക്കും. ഇന്നത്തെ ദിവസം മുഴുവൻ ഏറെക്കുറെ എയർപോർട്ടിൽ പോകുന്ന ലക്ഷണമാണ്. ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് തിരിച്ച് റൂമിലെത്തി ലഗേജ് എല്ലാം വാരിയെടുത്ത് നേരെ റിസപ്ഷനിലെത്തി ചെക്കൗട്ടും ചെയ്തു. കൃത്യസമയത്ത് തന്നെ ശരത്തിന്റെ ടീം എയർപോർട്ടിലോട്ടുള്ള വണ്ടിയും വിട്ടിട്ടുണ്ട്. വണ്ടി കയറി ഒന്ന് ഇരിക്കുന്നതിന് മുമ്പ് എയർപോർട്ടിലെത്തി. ഹോട്ടലിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ മാത്രമേ എയർപോർട്ടിലോട്ടുള്ള ദൂരം ഉണ്ടായിരുന്നുള്ളൂ. എയർപോർട്ടിലെത്തി നേരെ പോയി ഒരു ട്രോളി എടുത്തു. ബാഗുകളെല്ലാം എടുത്ത് ട്രോളിയിലേക്ക് വെച്ചു. ഈ കാണുന്ന ബാഗിലെല്ലാം ഡ്രസ്സുകളാണ്. എന്നാൽ ഏറ്റവും വലിയ കോമഡി അതൊന്നുമല്ല. ഈ ബാഗിലുള്ള പകുതി ഡ്രസ്സും ദ്വീപിലെത്തിയിട്ട് ഉപയോഗിച്ചിട്ടില്ലെന്നുള്ളതാണ് സത്യം. ഇങ്ങോട്ട് വരാനുള്ള പാക്കിങ്ങിന്റെ സമയത്ത് എന്റെ കണ്ണ് വെട്ടിച്ച് നീതു ബാഗിൽ തിരികെ കയറ്റിയതാണ് കൂടുതലും. ബാഗേജ് ഡ്രോപ്പ് ചെയ്യാൻ നല്ല തിരക്കാണ്. അപ്പോഴാണ് വെങ്കിട്ടിന്റെ കോൺട്രിബ്യൂഷൻ വന്നത്. വെങ്കിട്ട് കൈക്കുഞ്ഞായതുകൊണ്ട് തന്നെ പ്രയോറിറ്റി ചെക്കിംഗ് കിട്ടി. ക്യൂ ഒന്നും നിൽക്കേണ്ടി വന്നില്ല. സെക്യൂരിറ്റി ചെക്കിങ്ങും പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. ഇനി കുറച്ചേറെ സമയം എയർപോർട്ടിൽ പോസ്റ്റാണ്. ഈ സമയം നീതുവിന്റെ വകയെ ഒരു സജക്ഷൻ വന്നു. എന്തായാലും ഫ്ലൈറ്റിന് സമയമുണ്ട്, എന്നാ പിന്നെ എയർപോർട്ടിലെ ഷോപ്പിംഗ് ഏരിയ ഒക്കെ ഒന്ന് കണ്ടാലോ എന്നായി നീതു. കൂട്ടത്തിൽ കണ്ടാ മതി, ഒന്നും വാങ്ങണ്ടെന്നും ഒരു ഡയലോഗ് കൂടി. പിന്നെ നമ്മൾ ആദ്യമായിട്ടാണല്ലോ നീതുവിനെ കാണുന്നത്. ഷോപ്പിംഗ് ഏരിയയിലോട്ട് നീതുവിനെ വിട്ട കന്നിനെ കയം കാണിക്കുന്ന പോലാണെന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ലല്ലോ. ദീപ് ആയതുകൊണ്ട് തന്നെ ഇവിടെ വലിയ കളക്ഷൻ ഒന്നും ഇല്ലെന്ന് പറഞ്ഞ് ഞാൻ പയ്യെ സ്ക്യൂട്ടായി. വെങ്കിട്ടിനും ഇപ്പൊ കാര്യങ്ങളൊക്കെ ഏകദേശം പിടികിട്ടി തുടങ്ങിയെന്ന് തോന്നുന്നു. അവനും ചെറിയ രീതിക്ക് ഇറിറ്റേഷൻ കാണിച്ചതോടെ എവിടെയെങ്കിലും പോയി സ്വസ്ഥമായിട്ട് ഇരിക്കാമെന്ന് ഞാനും പറഞ്ഞു. 1 മണി ആയതോടെ ചെറുതായിട്ട് വീണ്ടും വിശന്നു തുടങ്ങി. എയർപോർട്ടിൽ നിന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് കയറാതെ വഴിയില്ല. പോർട്ട് ബ്ലെയറിൽ നിന്ന് ഏകദേശം 2 മണിക്കൂർ നേരത്തെ ഫ്ലൈ ഉണ്ട് ബാംഗ്ലൂരിലേക്ക്. എയർപോർട്ടിൽ നിന്ന് ഫുഡ് കഴിക്കാൻ 2-3 കടയുണ്ട്. നീതുവിന് വെജ് എന്തെങ്കിലും മതിയെന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ ഈ വെജ് പിടിക്കത്തുമില്ല. എനിക്ക് വേണ്ടി KFC 2 പീസ് ചിക്കൻ വാങ്ങി. എയർപോർട്ടിൽ KFC പോലും അറക്കവാളാണ്. 500+ രൂപയാണ് 2 പീസ് ചിക്കൻ ആയത്. അതിലും കോമഡി നീതുവിന് ഒരു മസാല ദോശ വാങ്ങിച്ചതാണ്. ഒരു മസാല ദോശയ്ക്ക് 293 രൂപ. ഏതായാലും ബില്ല് ഞാൻ നീതുവിനെ കാണിച്ചില്ല. ഇനി ബില്ല് കണ്ട് കഴിച്ചത് ദഹിച്ച് ഒരു മസാല ദോശയും കൂടെ വാങ്ങിപ്പിച്ചാലായി. വെറുതെ എന്തിനാണ്. ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഫ്ലൈറ്റിന്റെ ടൈമായി. എയർപോർട്ടിൽ നിന്ന് നേരെ ബസ്സിൽ കയറി വേണം ഫ്ലൈറ്റിന്റെ അടുത്തോട്ട് പോകാൻ. ബസ് ഇറങ്ങിയതും ദാണ്ട നീതുവിന് കൊടയും ചൂടിക്കൊണ്ട ഒരാള്. നീതു ഇത്ര പെട്ടെന്ന് VIP ആയെന്ന് ചിന്തിച്ച് നിൽക്കുമ്പോഴാണ് കാര്യം പിടികിട്ടിയത്. ഇത് നീതുവിനുള്ള കൊടയല്ല, വെങ്കിട്ടിനുള്ള കൊടയാണ്. പക്ഷെ നീതുവിന് ഇപ്പോഴും അത് പിടികിട്ടിയിട്ടില്ല. നീതു ഇപ്പോഴും വിചാരിച്ചിരിക്കുന്നത് നീതുവിന് കൊട ചൂടി കൊടുത്തതാണെന്നാണ്. നേരെ ഫ്ലൈറ്റിനുള്ളിലേക്ക്. സൈഡ് സീറ്റ് സെലക്ട് ചെയ്തെടുത്തത് തന്നെയാണ്. സീറ്റിലിരുന്നതും എയർ ഹോസ്റ്റസ് കൊണ്ടുവന്ന് വെങ്കിട്ടിനുള്ള ഒരു ചെറിയ സീറ്റ് ബെൽറ്റ് കൊടുത്തു. ചില ഫ്ലൈറ്റുകളിലെ ഇതുപോലെ ഇൻഫാന്റ് സീറ്റ് ബെൽറ്റുകൾ കാണാറുള്ളൂ. 1:55 ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആയി. ഞങ്ങളുടെ റോയിലെ ഒരു സീറ്റ് വേക്കന്റ് ആണ്. അതേതായാലും ഇപ്പൊ ഉപകാരപ്പെട്ടു. വെങ്കിട്ടിന് കിടന്ന് യാത്ര ചെയ്യാനുള്ള സൗകര്യമായി. 2:15 ഫ്ലൈറ്റിലെ ഫുഡ് എത്തി. ഞാൻ നോൺ വെജ് ആണ് ഓപ്റ്റ് ചെയ്തത്. ചിക്കൻ കറി ഉണ്ടായിരുന്നു, ഒരു തോരൻ പോലെ എന്തോ സംഭവം, പിന്നെ റൈസ്, ബണ്ണ്, ഒരു കേക്കും ഉണ്ടായിരുന്നു. ഫുഡ് കഴിഞ്ഞപ്പോഴേക്കും വെങ്കിട്ടിന്റെ ഡയപ്പർ മാറേണ്ട സമയമായി. ഫ്ലൈറ്റിൽ തന്നെ ഡയപ്പർ ചേഞ്ചിങ് ഏരിയ ഉള്ളതുകൊണ്ട് തന്നെ സൗകര്യമായി. 4:15 ഫ്ലൈറ്റ് ബാംഗ്ലൂരിൽ ലാൻഡ് ചെയ്തു. ഇനിയാണ് എനിക്ക് നീതുവിനെ പേടിക്കേണ്ടത്. ബാംഗ്ലൂരിൽ 3-4 മണിക്കൂർ ലേ ഓവർ ഉണ്ട്. ഇഷ്ടംപോലെ കടകളും ഉണ്ട്. ഞാൻ നീതുവിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്ന ഓർത്തിരുന്നപ്പോഴാണ് ഒരു ഐഡിയ തോന്നിയത്. ഫ്ലൈറ്റ് ഇറങ്ങി നേരെ പോയത് ബാംഗ്ലൂർ എയർപോർട്ടിലെ ലോഞ്ചിലേക്കാണ്. ഫ്രീ ലോഞ്ച് ആക്സസ് ഉള്ള ക്രെഡിറ്റ് കാർഡുകളും ഡെബിറ്റ് കാർഡുകളും എൻ്റെ കയ്യിലുണ്ടായിരുന്നു. 2 കാർഡ് കൊടുത്ത് എനിക്കും നീതുവിനും ലോഞ്ച് ആക്സസ് എടുത്തു. വെങ്കിട്ടിന് പിന്നെ ഫ്രീ ആയിരുന്നു. 2 പേർ കൂടെ ലോഞ്ച് ആക്സസ് എടുക്കാൻ ആകെ ചെലവായത് 4 രൂപയാണ്. നമ്മുടെ ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡുകളും ഡെബിറ്റ് കാർഡുകളിലും ഒക്കെ ലോഞ്ച് ആക്സസ് ഫ്രീ ഉള്ള കാർഡുകളുണ്ട്. ബാങ്കിന്റെ പേരും കാർഡിന്റെ പേരും നെറ്റിലടിച്ച് സെർച്ച് ചെയ്ത് കൊടുത്താൽ ലോഞ്ച് ആക്സസ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റും. ലോഞ്ച് ആക്സസ് ഉണ്ടെങ്കിൽ എയർപോർട്ടിൽ കയറിയ ഫുഡും ഡ്രിങ്ക്സും എല്ലാം പിന്നെ ഫ്രീ ആണ്. അതും അൺലിമിറ്റഡ്. ഏതായാലും ഇനി ഈ ലോഞ്ചിൽ എൻ്റെ 2-3 മണിക്കൂർ ഈസി ആയിട്ട് പൊക്കോളും. നീതുവിന് ഷോപ്പിങ്ങിനേക്കാൾ മുഖ്യം ഫുഡ് തന്നെയാണ്. അതറിഞ്ഞുകൊണ്ടുള്ള എൻ്റെ കളിയേറ്റു. ബാംഗ്ലൂർ എയർപോർട്ടിൽ അത്യാവശ്യം നല്ല രീതിക്കുള്ള ഫുഡ് വെറൈറ്റീസും ഉണ്ടായിരുന്നു. എന്തായാലും കാർഡ് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഷോപ്പിങ്ങിന്റെ പേരിലുണ്ടാകുന്ന നല്ലൊരു നഷ്ടം നികത്താൻ പറ്റി. ഫുഡൊക്കെ കഴിഞ്ഞ് അല്പനേരം വിശ്രമമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ബാംഗ്ലൂരിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റിന്റെ ടൈമായി. നേരെ ഗേറ്റിലേക്ക്, അവിടുന്ന് നേരെ ഫ്ലൈറ്റിലേക്ക്. ബാംഗ്ലൂരിൽ നിന്ന് 1 മണിക്കൂർ മാത്രം മതി കൊച്ചിയിലെത്താൻ. രാത്രി 9:45 കൊച്ചിയിലെത്തി. ഫ്ലൈറ്റ് ഇറങ്ങി നേരെ ലഗേജ് കളക്ട് ചെയ്യാനായി ബെൽറ്റിനടുത്തേക്ക്. എന്തോ ഭാഗ്യം കൊണ്ട് തന്നെ ആദ്യം തന്നെ ഞങ്ങളുടെ ലഗേജ് എത്തി. ലഗേജും കളക്ട് ചെയ്ത് ട്രോളിയിലാക്കി നേരെ പാർക്കിങ്ങിലേക്ക്. എയർപോർട്ടിലെ പാർക്കിംഗ് വണ്ടി കൊണ്ടിട്ടിട്ടാണ് ആൻഡമാനിലേക്കുള്ള ഫ്ലൈറ്റ് പിടിച്ചത്. പാർക്കിങ്ങിലെത്തി വണ്ടിയും എടുത്ത് ഇനി നേരെ വീട്ടിലേക്കാണ്. ഈ വീഡിയോ നീതു കണ്ടു കഴിഞ്ഞ് ഞാൻ ബാക്കിയുണ്ടെങ്കിൽ അടുത്ത യാത്രയെ പറ്റി ആലോചിക്കണം. ഞാൻ ബാക്കിയുണ്ടെങ്കിൽ അടുത്ത യാത്രയെ കാണാം. അതുവരെ ബൈ, സീ യു സൂൺ.